ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ 1-2 സ്റ്റേഷനറി ഹോളിനൊക്കെ ശേഷം നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു വിൻറ്റേജ് ജേർണൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ജേർണലിൻ്റെ പേജസ് എങ്ങനെ സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ പേജസിന് വേണ്ടിയിട്ട് ഞാൻ A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജോ ഇഷ്ടമുള്ള പേജസൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഏകദേശം മൊത്തത്തിലൊരു 17-8 പേജൊക്കെ എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ പകുതി ഞാനൊരു ചെറിയ വിൻറ്റേജ് ജേർണലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു A4 ഷീറ്റ് പകുതിയായിട്ട് മടക്കി കീറിച്ചെടുത്ത് അതിനെ വീണ്ടും മടക്കിയിട്ടാണ് ഞാൻ പേജസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാനൊരു വിൻറ്റേജ് ജേർണൽ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു നോട്ട്ബുക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് വിൻറ്റേജ് ജേർണൽ ബുക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് ലോങ് വീഡിയോയിൽ ഞാൻ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ പേജസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വിൻറ്റേജ് ലുക്ക്, അതായത് നമ്മൾ ഈ വിൻറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ കീറി പറഞ്ഞ പോലത്തെ സംഭവമൊക്കെ ആണല്ലോ അതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ ജസ്റ്റ് ഇതേപോലെ റോ ആയിട്ടുള്ള എഡ്ജസ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. 4 അറ്റവും നമുക്ക് ഇതേപോലെ കീറിക്കാം. ഇത് ആക്ച്വലി കുറച്ച് ടയറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഒറ്റടിക്കിരുന്ന് വലിയ ബുക്കൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കേടാണ്. മൊത്തം ഇരുന്ന് കീറിക്കേണ്ടി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 പേപ്പറോ 3 പേപ്പറൊക്കെ നല്ല ശക്തി ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് സുഖമായിട്ട് കീറിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേജസ്. മൊത്തത്തിൽ ഏകദേശം ഇതേപോലെ ഒരു 16 എണ്ണം എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു വിൻറ്റേജ് ലുക്ക് കൊടുക്കാനായിട്ട് ടീ ഡൈയിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ടീ ഡൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോഫി ഡൈയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ടീ ഡൈയിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത്രയൊന്നും ആവശ്യമില്ല, ഏകദേശം ഒരു 1/4 ഗ്ലാസ്സൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. എന്നാലും ഞാൻ കൂടുതൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്താണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതിലോട്ട് ഞാൻ ഏകദേശം ഒരു 4-5 സ്പൂണോളം ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചായപ്പൊടി ഇടുന്ന സമയത്ത് ഒരുപാട് പിശുക്ക് കാണിക്കാൻ നിൽക്കണ്ട, കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ടീസ്പൂൺ പോലെ. അപ്പോൾ അതിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് തിളച്ച് അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി വരണ പോലെ വേണം. നല്ല മണമായിരിക്കും. അതായത് നമ്മൾ ഈ നോർമൽ ചായയുടെ മണമല്ല, ഈ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ഒക്കെ ഉണ്ടാവില്ലേ, ടീ ഫാക്ടറി, അവിടെയൊക്കെ പോണ ഒരു മണമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ടീ ഡൈയിങ് ആണ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ചായപ്പൊടി ഇല്ല, കാപ്പിപ്പൊടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൽ നമ്മുടെ ബ്രൂവിൻ്റെയൊക്കെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടില്ലേ, 2 രൂപയുടെ സാഷയൊക്കെ, അതേപോലെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് തിളച്ച വെള്ളം എടുക്കുക, അതിലോട്ട് ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തൊന്ന് ആറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. പേഴ്സണലി ഞാൻ കോഫി ഡൈയിങ് അധികം ചെയ്തിട്ടില്ല, ഞാൻ എപ്പോഴും ടീ ഡൈയിങ് ആണ് അധികം ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി അടുത്തത് നമുക്ക് പേപ്പർ എങ്ങനെ ഇതൊന്ന് ഡൈ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ചായ കാപ്പി എന്നൊക്കെ പറയണത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വൈറ്റ് ടേബിൾ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ല സർഫസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ വല്ല പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചാൽ മതി. ഞാൻ ഒരു ബബിൾ റാപ്പൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള സാധനം ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ചായ വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ അരിച്ചതിന് ശേഷം നമുക്ക് ഈ ഡൈയിങ് ചെയ്യാനായിട്ട് ഒരു പരന്ന രീതിയിലുള്ള എന്തെങ്കിലും ട്രേയോ പ്ലേറ്റോ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു, നല്ലൊരു കളറും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മുടെ പേപ്പേഴ്സൊക്കെ കീറിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് വെച്ച് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത്, നിങ്ങൾ എത്ര നേരം വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കണോ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിലായിരിക്കും നമുക്ക് പേപ്പേഴ്സിൻ്റെ കളേഴ്സ് കിട്ടുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കളേഴ്സ് കുറച്ചുകൂടെ എടുത്തറിയണം, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പേജസ് ആണ് വേണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 20-25 മിനിറ്റ്സോളം അതിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഞാൻ അത്രയ്ക്കും ഡാർക്ക് ആവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ പേപ്പേഴ്സും നല്ല രീതിയിൽ ഇമേഴ്സ് ആവുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബാക്കി എക്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റേ ചായ വെള്ളമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതാകുമ്പോൾ മൊത്തം കുതിർന്നിരിക്കുമല്ലോ. പിന്നെ ഇത് കീറിപ്പോകുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അങ്ങനെ കീറിപ്പോകുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു, മൊത്തം കുതിർന്ന് കീറിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പേപ്പറും വെച്ചതിന് ശേഷം കുറച്ച് ബാക്കിയുള്ളതും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഉണങ്ങാൻ വെക്കണം. എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, കീറിപ്പോകുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് ഡെലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വൈറ്റ് ടേബിൾ വന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സ്പോഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് വലിയൊരു ഫോം ഷീറ്റ് പോലത്തെ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഫാൻ ഇട്ടിട്ടായിരുന്നു ഇത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അബദ്ധം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ പറയാം. ആക്ച്വലി അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ്റെ അടി വെച്ചതൊന്നുമല്ല, ഈ ഫോം ഷീറ്റിൽ വെച്ചതായിരുന്നു ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ഫോം ഷീറ്റിൽ വര പോലൊരു സർഫസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പേപ്പറിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എടുത്ത സമയത്ത് ഒരു പാറ്റേൺ പോലെയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പേപ്പേഴ്സൊക്കെ ഏകദേശം ഞാനൊരു 1 അവറോളം ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു. എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു സൈഡ്, അതായത് ഓപ്പൺ ആയിട്ട് വെച്ച സൈഡ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. മറ്റേ സൈഡ് ഫോമിൻ്റെ ഒരു തരിതരിപ്പ് ഉള്ളൊരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വിൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാനൊക്കെ രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മുടെ പേപ്പർ സെറ്റ് ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ജേർണൽ മേക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഈ ജേർണൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ബൈൻഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഇതിന് മുമ്പ് ഒരു കോട്ടേജ് കോർ വരുന്ന പോലത്തെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഞാൻ ബൈൻഡിങ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ തയ്യൽ സൂചി തന്നെയാണ് ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ബൈൻഡിങ് കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഇതിന് മുമ്പ് ഇട്ട കോട്ടേജ് കോർ വരുന്നൊരു ബുക്ക് ഉണ്ടായിരുന്നില്ല, അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബൈൻഡിങ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും സി ലെമൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു ബൈൻഡിങ് വീഡിയോ ഇട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ബൈൻഡിങ് വീഡിയോയും പോരാത്തതിന് അവരുടെ ബൈൻഡിങ് വീഡിയോൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബൈൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നോക്കി ചെയ്താൽ മതി, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ബൈൻഡിങ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മൂന്ന് സെക്ഷൻ ആക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണം, അതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞ പോലെ 4 സെറ്റായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഫെവിക്കോൾ ഒട്ടിക്കുന്നതായിരിക്കും. അതെല്ലാവർക്കും അറിയുമല്ലോ. ഇപ്പം നമ്മൾ 2 എണ്ണം മടക്കുന്ന രീതിയിലാണല്ലോ പേപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. അത് നടുവേ വെച്ച് കീറിച്ച് സിംഗിൾ പേജസ് ആക്കിയിട്ട് അറ്റത്ത് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ഈ ഒരു സൈഡ് മാത്രം ഒന്ന് തേച്ച് കൊടുത്ത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നല്ല മെത്തേഡ് അതനുസരിച്ച് ചെയ്താൽ മതി. എനിക്ക് ബൈൻഡിങ് എന്തുകൊണ്ട് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെന്തായാലും പേജസ് വിട്ടുപോകില്ല. പക്ഷേ ഫെവിക്കോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ പേജസ് വിട്ടുപോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. എനിക്ക് നല്ല രീതിയിൽ ഞാൻ ബൈൻഡ് ചെയ്തത് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ജേർണലിൻ്റെ കവർ ഉണ്ടാക്കാം. ഈ ഒരു കവർ ഐഡിയ ഞാൻ പിൻട്രസ്റ്റിൽ പണ്ട് കണ്ട സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മലയാളത്തിൽ സഫ വിത്ത് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില്ലേ, അവർ 3 വർഷം മുമ്പ് ഒരു ജേർണൽ മേക്കിംഗ് വീഡിയോയിൽ ഇതേപോലെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത് 2 എണ്ണം ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കാർഡ്ബോർഡ് വേണം. ഞാൻ ജസ്റ്റ് ഈ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പെട്ടിയില്ലേ, ആ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസ് അല്ലെങ്കിൽ പേജല്ല, നോട്ട്ബുക്കിൻ്റെ കവറൊക്കെ വരില്ലേ, ആ സംഭവമൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ ഈ പേജസ് ഒന്ന് വെച്ചിട്ട് എത്ര അളവിനാണോ വരുന്നത് അതേപോലെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടർ വാങ്ങിയതിന് ശേഷം ഈ കട്ട് ചെയ്യണ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, കാരണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു സൈസ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതേപോലെ നമുക്ക് വേറൊരു പീസും പിന്നെ സെൻറ്ററിൽ സൈഡിൽ വരുന്ന പോലത്തെ ഒരു ഭാഗവും കൂടെയാണ് വേണ്ടത്. ഇതിന് കവർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലെതർ പീസാണ്. ഇത് റിയൽ ലെതറൊന്നും അല്ല, നമ്മൾ ഈ വണ്ടികളിലേക്ക് സീറ്റിൻ്റെ കവറൊക്കെ ചെയ്ത് കൊടുക്കുന്ന കട ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് നമുക്ക് വല്ല ആവശ്യമില്ലാത്ത പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ഇത് ഞാൻ പണ്ട് എപ്പോഴോ അതേപോലെ ഒരു കടയിൽ നിന്ന് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ സാധാ നമ്മുടെ തുണിയൊക്കെ ഇല്ലേ, ഏതെങ്കിലും ഒരു ബ്രൗൺ കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തുണി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ലെതർ പീസാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതിൽ കാർഡ്ബോർഡൊക്കെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്, അതായത് എവിടെ അനങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ജേർണലിൻ്റെ കവർ വരാം. പിന്നെ അത് വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോർണറിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കട്ടിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്വിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും, ഫെവിക്വിക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാ നമ്മുടെ ക്ലോത്ത് പോലത്തെ സംഭവമൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 സൈഡ് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ കവർ. അടുത്ത നമ്മുടെ പേജസ് ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കുക. ഉള്ളിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, 2 സൈഡ് ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിന് മുമ്പ് വെച്ചിട്ട് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. സൈഡിൽ ചെറുതായിട്ട് പീസസ് ഒക്കെ തള്ളി നിൽക്കുന്നുണ്ടാകും, കാരണം നമ്മൾ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള എഡ്ജസ് അല്ലല്ലോ, നമ്മളിങ്ങനെ കീറി കൊടുത്തുകൊണ്ട് കുറച്ച് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ അതാണ് ആക്ച്വലി അതിൻ്റെ ലുക്ക്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 2 സൈഡും ഫെവിക്കോൾ തേച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് ബൈൻഡിങ് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് സൈഡ്, കാരണം ബൈൻഡിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും, കാരണം കീറിപ്പോവില്ല. ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും.
അടുത്തത് നിങ്ങളുടെ ജേണലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യുക. സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ത്രെഡോ ഈ ചാക്ക് കയറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല വിൻറ്റേജ് ലുക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എനിക്കിത് കഴിഞ്ഞ ദിവസം ജേണൽ കാർണിവലിൻ്റെ കൂടെ കിട്ടിയ സംഭവമാണ്. അപ്പോൾ ഞാനിത് എലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ റബ്ബർ ബാൻഡൊക്കെ ഇടുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ചാമും കൂടെ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ മെറ്റലിൻ്റെ പോലത്തെ സംഭവമൊക്കെ നമ്മൾ ഈ എന്താ പറയുക, ഈ പൂരത്തിനും പെരുന്നാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മറ്റേ മാല വളയുടെയൊക്കെ ഷോപ്പിൽ ഇതേപോലത്തെ സംഭവമൊക്കെ കിട്ടും. അതിനുശേഷം എനിക്ക് ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അവസാനം ഞാൻ രണ്ടും കരുതി ഈ സംഭവം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ ജേണൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇത് മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ ആയതുകൊണ്ട് എടുത്തറിയണം, ഇതിലും കൂടെ കുറച്ച് ഡൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി രാവിലെ ഉപയോഗിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കോട്ടൺ ബഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ മുകളിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും ഞാൻ ഇത്രയും നല്ല ലുക്കിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു വിൻറ്റേജ് ലുക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എത്ര ടൈം നമ്മൾ ഇതേപോലെ ഡൈ ചെയ്ത് കൊടുക്കുമോ അത്രയും ഡാർക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിതൊരു 2-3 തവണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ആ ജേണലിൽ എഴുതിയത് ഒന്നുകൂടെ മുകളിലൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജേണൽ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ജേണൽ സപ്ലൈസ് ഒക്കെ കാണിച്ച് ഇതിൽ നമുക്കൊരു ജേണലിംഗ് ഒക്കെ ചെയ്ത് കാണാം. അപ്പോൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇടുന്ന പോലെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വിൻറ്റേജ് ജേണൽ സപ്ലൈസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.